മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദുർഗയാണെങ്കിൽ ഈ കരുണ വീട്ടിൽ ജോലി എടുക്കുന്ന ആ ഒരു വീഡിയോ എടുത്തിട്ട് പ്രതാപന് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് പ്രതാപൻ സങ്കടപ്പെട്ടിരിക്കുമ്പം പ്രതാപൻ്റെ അമ്മ വന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, ദുർഗ ഒരു വീഡിയോ അയച്ചു തന്നില്ലേ, അതൊന്ന് കാണിച്ചു താടാന്ന് പറയുമ്പം പ്രതാപൻ മടിച്ച് ഈ പ്രതാപൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും അവർക്ക് സങ്കടവും ദേഷ്യവും വന്നിട്ട് പ്രതാപനെ തല്ലുവും ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മളുടെ മോഹിനി അങ്ങോട്ട് വരുന്നത്. മോഹിനിനെ കണ്ടതും പ്രതാപൻ്റെ അമ്മയ്ക്ക് ഒന്നുകൂടി ദേഷ്യം കൂടി. എന്നിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിൻ്റെ മോള് സുഖമായിട്ട് ജീവിക്കല്ലേ, ഞങ്ങളുടെ കുഞ്ഞ് അവിടെ കിടന്ന് കഷ്ടപ്പെടാം, നീ ഇത് കാണടി, നിൻ്റെ കണ്ണ് നിറയട്ടെ എന്നും പറഞ്ഞ് മോഹിനിയുടെ കൈ കൊടുത്തതും മോഹിനി ആ ഒരു വീഡിയോ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് മോഹിനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നണില്ല. കാരണം വീട്ടുജോലിയാണല്ലോ ചെയ്യണം. അങ്ങനെ മോഹിനി ഫോണും നോക്കി നിൽക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ വേഗം തന്നെ ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചെടുത്തിട്ട് പറയുന്നുണ്ട്, മതിയിടി നീ കണ്ടത്, എൻ്റെ കുഞ്ഞിൻ്റെ കഷ്ടപ്പാട് കണ്ട് നീ രസിക്കുമല്ലേടി എന്നൊക്കെ പറയുമ്പം ഈ മോഹിനി പറയുന്നുണ്ട്, ഇത് അത്ര വലിയ കഷ്ടപ്പാടൊന്നുമല്ല, എന്തായാലും പെൺകുട്ടികൾ വീട്ടുജോലിയൊക്കെ ചെയ്യേണ്ടതല്ലേ, നിങ്ങളാണെങ്കിൽ അവളെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൾ ആ ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഭർത്താവിൻ്റെ വീട് സ്വന്തം വീട് പോലെ കാണണം. അവിടെ ഇനി വേലക്കാരിയായിട്ട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എത്രയോ വർഷമായിട്ട് ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്, എനിക്ക് ഇവിടുത്തെ വേലക്കാരിയെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങളെനിക്ക് വേലക്കാരിയുടെ സ്ഥാനം പോലും തന്നിട്ടില്ലെങ്കിലും. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്നാലും എന്താടി നീ വീട്ടിൽ കൂടെയും ഒരുങ്ങി കെട്ടിയാണല്ലോ നടക്കണേന്ന് പറയുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എടി മോഹിനി, ഞാനും നീയുമായിട്ട് ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ലാണ്ടായിട്ട് വർഷങ്ങളായി, പിന്നെ എന്തിനാണ് നീ ഞാൻ കെട്ടിയ താലിയും സിന്ദൂരം ഇട്ടുകൊണ്ട് നടക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ ഇവളുടെ കാമുകന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് എന്തോരം ഡ്രസ്സ് കോടീശ്വരരായ മോളും മരുമോനും കൂടെ കൊണ്ടുപോയി കൊടുത്തേക്കണേ, അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കണ്ടായിരുന്നു. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ സംസാരം കൊണ്ട് തന്നെയാണ് കരുണമോൾക്ക് ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ നല്ലത് ചിന്തിക്കാത്തോടത്തോളം കരുണമോൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്തായാലും നിങ്ങൾ കാരണം മോൾക്ക് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവണേന്ന് പറയുമ്പം, എടി നീ മിണ്ടാതെ പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ വലിച്ച് കീറൂട്ടോ എന്നൊക്കെ പറയുമ്പോൾ മോഹിനിയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ മോഹിനിയുടെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും മോഹിനി അതൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്യണ പോലുമില്ല. പിന്നീട് പ്രതാപനോട് പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യൂടെ പ്രതാപ, ഇവളുടെ മോള് നമ്മുടെ കുഞ്ഞിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അത്രയും വലിയ ഒരു വീട്ടിലെ എല്ലാ പണിയും എൻ്റെ മോളെയും കൊണ്ടാണ് ചെയ്യിപ്പിക്കണേ, ഇതിനൊരു പരിഹാരം വേണ്ട പ്രതാപ എന്ന് ചോദിക്കുമ്പം, ഞാനൊരു തെറ്റ് ചെയ്തു പോയി അമ്മേ, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായത്, എന്തായാലും ഇത് കാണുന്നേക്കാളും ഭേദം അങ്ങോട്ട് മരിച്ചു പോണേ നല്ലതെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അങ്ങനെ മരിക്കുകയാണെങ്കിൽ ചിലരെയൊക്കെ കൊന്നിട്ട് വേണം അമ്മയെ മരിക്കാൻ, എന്തായാലും ഇനി ആ മഹാലക്ഷ്മിയും കണ്ണനെയും അധിക കാലമൊന്നും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രതാപൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഓഫീസിൽ ക്യാബിനിൽ ഇരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. മഹാലക്ഷ്മി വന്നതും കണ്ണൻ്റെ മുന്നിൽ ഇരുന്ന് കഴിയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, തൻ്റെ അമ്മയുടെ പിറന്നാളല്ലേ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റൈൽസിൽ വരെ ഒന്ന് പോയാലോ, അമ്മയ്ക്ക് കുറച്ച് സാരിയൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ അത് പ്രത്യേകം പറഞ്ഞു കണ്ണേട്ടാ, ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലരുതെന്ന്. അതൊക്കെ തൻ്റെ അമ്മ പറയും. ആ പ്രതാപൻ്റെ കൂടെ ജീവിച്ചപ്പം അമ്മ ഒരുപാട് പിശുക്കിയല്ലേ ജീവിച്ചിരുന്നത്, ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ, അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയണേ, എന്തായാലും തനിക്കുമുണ്ട് അങ്ങനത്തെ സ്വഭാവം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പോൾ കുറേ മാറ്റമൊക്കെ സംഭവിച്ചു കണ്ണേട്ടാ, അനന്തുവേട്ടൻ്റെ ലേഖയുടെ കൂടെ നിന്നപ്പം എനിക്ക് ഒരുപാട് ആർഭാടമൊക്കെ ആയി തുടങ്ങിയെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അവർക്ക് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആർഭാടം കൂടുതലാണ്, കിട്ടുന്ന ശമ്പളം മുഴുക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് അവരുടെ തീരുമാനമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും മേടിക്കണ്ടെന്ന് അമ്മ പറഞ്ഞതെന്ന് പറയുമ്പം, അതൊന്നും പറ്റില്ല, നല്ലൊരു ദിവസമായിട്ട് അമ്മയ്ക്ക് നല്ലോണം ഡ്രസ്സ് വാങ്ങി കൊടുക്കണം, സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ തൻ്റെ അമ്മ അത് സ്വീകരിക്കില്ലല്ലോ, അന്ന് തന്നെ കൊണ്ടുപോയി കൊടുത്ത സ്വർണം അമ്മ തിരികെ തരാൻ പോയില്ലേ, അതുകൊണ്ട് ഇനി അത് മേടിക്കലാന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അന്നത്തെ സ്വർണം തിരികെ തരാൻ വന്നിട്ട് ഞാൻ നിർബന്ധിച്ച് ലോക്കറിൽ കൊണ്ടുവന്ന് വെച്ചേ, എന്തായാലും ഇനി സ്വർണ്ണമൊന്നും വാങ്ങണ്ട കണ്ണേട്ടാന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം നല്ലൊരു ദിവസമായിട്ട് അമ്മയുടെ പിറന്നാൾ നമുക്ക് നല്ലോണം തന്നെ ആഘോഷിക്കണം, ഇതിനു മുമ്പ് അമ്മയുടെ ജീവിതത്തിൽ ഇതുപോലെ നല്ല ദിവസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് കണ്ണേട്ടൻ പറഞ്ഞത് നേരെ, അമ്മയുടെയും എൻ്റെയും പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിക്കാറില്ലായിരുന്നു, കരുണയുടെ പിറന്നാൾ മാത്രമേ അവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കാറുള്ളൂ, എൻ്റെ അമ്മയുടെയും പിറന്നാളിന് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഒരു പായസം കഴിപ്പിക്കും, അത്ര തന്നെ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, തൻ്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും ഭയങ്കര ദുഷ്ടക്കൂട്ടങ്ങളാണ്, അതുങ്ങളെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ, ഇപ്പം എൻ്റെ രണ്ടാനച്ഛൻ അമ്മയെ അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല കണ്ണേട്ട, എന്തായാലും തൻ്റെ അമ്മയെ നമ്മളുടെ ഒപ്പം കൊണ്ടുവന്ന് നിർത്താനാണ് എനിക്ക് ആഗ്രഹം, പക്ഷെ അമ്മ അങ്ങനെ വരൂല കണ്ണേട്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ തൻ്റെ രണ്ടാനച്ഛൻ തൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ കരുണ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടെല്ലാം എന്തായാലും
കരുണയുടെ അച്ഛനും മുത്തശ്ശിയും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ച് അറിയിക്കുന്നുണ്ടാവും. ഇനി ആ ദേഷ്യത്തിന് അയാൾ തൻ്റെ അമ്മയെ കൈവച്ച അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. ആ സമയത്ത് മഹാലക്ഷ്മി ഭയത്തോടുകൂടി ഇങ്ങനെ കണ്ണനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭയം എനിക്കും ഉണ്ട് കണ്ണേട്ടാന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നമുക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് പോയിട്ട് ആ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെ ഒന്ന് വരട്ടിയിട്ട് വരാം, താൻ അതുകൊണ്ട് വാന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം തന്നെ വരാൻ കണ്ണേട്ടാന്നും പറഞ്ഞ് മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും വാമദേവനെയാണ്. പ്രതാപനാണെങ്കിൽ വാമദേവനോട് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് അസൂയയും കുശുമ്പോ. എനിക്കിപ്പോൾ അത് ഒരുപാടുണ്ട്. അതും ആ മഹാലക്ഷ്മിയോട് എൻ്റെ കുഞ്ഞിന് കിട്ടാത്തതൊന്നും അവൾക്ക് കിട്ടരുത്, അവൾ സുഖമായി ജീവിക്കണ കാണുമ്പം എനിക്കത് സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയെ കൊല്ലണം എന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, എനിക്കും അവൾ മരിക്കണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ വേറൊരു കാര്യമുണ്ട് പ്രതാപ, നമ്മൾ എത്രയോ പ്രാവശ്യം അതിന് ശ്രമിച്ചു, എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? തോൽവി നമുക്ക് മാത്രമല്ലായിരുന്നോ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഇനി അതും പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല മാമേട്ട. എന്തായാലും എൻ്റെ മോളുടെ ദാസിയാവാൻ വേണ്ടി വിട്ടവൾ ഇപ്പോൾ അവിടെ മഹാരാജ്ഞിയായിട്ടാണ് ജീവിക്കണേ. എൻ്റെ മോള് ദാസിയായിട്ടും എൻ്റെ മോളുടെ ഈ സങ്കടം കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് ഞാൻ എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തും. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കണം മാമേട്ട. ഇനിയിപ്പോൾ 2 കൊലപാതകത്തിൻ്റെ ശിക്ഷയും കൂടെ ഞാൻ ഒരുമിച്ച് ഏറ്റു വാങ്ങിക്കോളാം എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇത് കണ്ടുകൊണ്ട് ഒരുത്തനുണ്ടാന്ന് പറയുമ്പം അത് ആരാന്ന് ചോദിക്കുന്ന സമയത്ത് വേറെ ആരുമല്ല വിശ്വനാഥനാന്ന് പറയുമ്പോൾ, ഇപ്പോൾ വിശ്വനാഥൻ്റെ കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ എന്നെ കാണാറൊന്നും വരാറില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവൻ വരാലോടാന്ന്. ആ സമയം പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, അവൻ വന്നാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവനെന്നെ അങ്ങോട്ട് കൊണ്ടുപോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് എനിക്ക് മഹാലക്ഷ്മിയെ കൊല്ലണം. ഇത് മാത്രമല്ല വാമേട്ട, വേറൊരു പ്രശ്നവും കൂടി ഉണ്ട്. ഇപ്പോൾ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കണ്ണൻ നടന്നു തുടങ്ങിയെന്ന്. കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്നോട് ചോദിച്ചു കണ്ണൻ്റെ കാലിൻ്റെ ബലഹീനതയൊക്കെ മാറിയോന്ന്. അവൻ എവിടെയോ വെച്ച് കണ്ണൻ നടന്നു പോണത് കണ്ടെന്ന്. എനിക്ക് ആ കാര്യത്തിലൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞതും വാമദേവനാണെങ്കിൽ ഇങ്ങനെ ഭയത്തോടുകൂടി പ്രതാപനെ നോക്കുന്നുണ്ട്. ഈ പറഞ്ഞത് സത്യമാണോ പ്രതാപ? അങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ എന്ന് പറയുമ്പം അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷേ എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നടക്കണ കണ്ണനെ ഞാൻ ഇതുവരെ കണ്ടില്ല. എന്തായാലും നടക്കണ കണ്ണൻ്റെ ഒപ്പം മഹാലക്ഷ്മി വേണ്ട, അവരൊരു കുടുംബമായി ജീവിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾ പിന്നെ ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ട് ഇനി മഹാലക്ഷ്മി ഈ ഭൂമിയിൽ വേണ്ട. അതിനുവേണ്ടി വാമേട്ടൻ എത്രയും പെട്ടെന്ന് ഒരു മാവ് വെട്ടാൻ റെഡിയാക്കി വെച്ചോ, അവളെ അടക്കേണ്ടി വരും, ലക്ഷ്മിയെ ഉടനെ അടക്കേണ്ടി വരും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രതാപനാണ് ഈ കാറിൽ കയറി പോകുന്നുണ്ട്. പ്രതാപൻ്റെ പോക്കും നോക്കി വാമദേവൻ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും കരുണാലയത്തിലേക്ക് വരുന്നതാണ്. ഈ സമയത്ത് വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് മോഹിനി മുൻവശത്തേക്ക് വരുന്ന സമയത്ത് കണ്ണനെയും മഹാലക്ഷ്മിയെയും കണ്ടിട്ട് ഇത് ആരൊക്കെ വന്നേക്കണേന്നും പറഞ്ഞ് സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയുടെ പിറന്നാളല്ലേ, അതിനുവേണ്ടി ഞങ്ങൾ ഒരു സാരി വാങ്ങിക്കൊണ്ട് വന്നതാ, അമ്മയ്ക്ക് സമ്മാനമായിട്ട് തരാമെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇതിന് മാത്രം സാരി, കഴിഞ്ഞ ദിവസമല്ലേ ഒരു സാരി വാങ്ങി തന്നത്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അത് വിഷുവിനല്ലേ, ഇനിയിപ്പോൾ ഓണം വരാനല്ലേ, അപ്പോഴും ഞങ്ങൾ സാരി വാങ്ങി തരും, സാരി വാങ്ങി തന്നേനൊന്നും ഒരു മുടക്കവും വരത്തില്ല എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, വേണ്ടായിരുന്നു മക്കളെ, ഒരു ഷെൽഫ് നിറച്ച് സാരി അഴിപ്പേന്ന് പറയുമ്പം അതൊന്നും കുഴപ്പമില്ല, ഇതമ്മ പിടിക്കുന്നും പറഞ്ഞ് മഹാലക്ഷ്മി മോഹിനിയുടെ കയ്യിലേക്ക് ആ കവർ കൊടുക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രതാപൻ്റെ അമ്മ ഇതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ട്. പിന്നീട് മോഹിനി നിങ്ങൾ വാ മക്കളെന്നും പറഞ്ഞുകൊണ്ട് കണ്ണനെ മഹാലക്ഷ്മിയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇവരെ കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ട് നീ ഇങ്ങനെ നെളിഞ്ഞ് നടക്കാല്ലേടി, നിനക്കും ഇവനും സുഖമാണല്ലോ, എൻ്റെ കുഞ്ഞല്ലേ അവിടെ കിടന്ന് കഷ്ടപ്പെടണേ, എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേക്കാൾ ഭേദം അവളെ കടലിൽ എറിയണയായിരുന്നു നല്ലത്. എന്നാലും ദുഷ്ടാന്ന് കേട്ടിട്ടുണ്ട്, നീ അതിൻ്റെ അവതാരമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അയാളെ പറയണ്ട, എൻ്റെ തീരുമാനം ഇത്, കരുണയെ നല്ലൊരു കുടുംബിനെ ആക്കി എടുക്കണം. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇതിലും ഭേദം അവളെ കൊന്നു കളയണയായിരുന്നു എന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ എനിക്ക് ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയോ? ഇരിക്കുന്നതിൻ്റെ തലേദിവസം വരെയും എൻ്റെ അച്ഛൻ എന്നെ അച്ഛൻ്റെ നെഞ്ചി കിടത്തി ഉറക്കിയത്. കുഞ്ഞുനാളിലെ അമ്മ മരിച്ച എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി എന്നെ എന്നും തഴുകി ഉറക്കിക്കൊണ്ടിരുന്നതാണ് എൻ്റെ അച്ഛൻ. അന്ന് ആ ആക്സിഡൻറ്റിന് ശേഷം നിങ്ങളുടെ മകൻ നന്നായില്ല, അതിനുശേഷം വീൽ ചെയറിലായ എന്നെയും കൊണ്ട് ഇയാളെ വിവാഹം കഴിപ്പിക്കുകയോ ചെയ്തത്. അത് വേറൊന്നിനും അല്ല, വീൽ ചെയറിലായിട്ടുള്ള എൻ്റെ കൂടെ ഇയാൾ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു,
അതുമാത്രമല്ല കരുണയ്ക്ക് പാദസേവ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇയാളെ അങ്ങോട്ട് വിട്ടത്. എന്തായാലും അതൊന്ന് തിരിച്ചു മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ കരുണയും കൊണ്ട് അവിടുത്തെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മോനും വേദനിക്കണമെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോളുടെ കണ്ണ് നിറയണം. നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലം അവളിപ്പോൾ അവിടെ കിടന്ന് അനുഭവിക്കണേന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇയാളല്ലേ അവൾക്ക് പാദസേവ ചെയ്തുകൊണ്ടിരുന്നത്. വൈകി എഴുന്നേൽക്കുന്ന അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം റെഡിയാക്കി കൊടുത്തുകൊണ്ടിരുന്നത് ഇയാളും ഈ നിൽക്കുന്ന ഇയാളുടെ അമ്മയല്ലേ. അവളെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ അവൾക്ക് ഈ ശിക്ഷ വിധിച്ചത്. ഇനി അവൾ അടുക്കളപ്പണിയും വീട്ടുജോലിയും എല്ലാം ചെയ്യണം. പ്രതാപൻ എൻ്റെ അച്ഛനെ കൊന്നു, എന്നെ ഈ അവസ്ഥയിലാക്കി, അതിനുള്ള ശിക്ഷയാന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, അവളെന്ന് ആ പണി നിർത്തുന്നോ അന്ന് നിങ്ങളുടെ മകൻ ചെയ്യില്ല, അതിനൊരു സംശയമില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ കുഞ്ഞിനോട് കുറച്ച് മനുഷ്യപ്പറ്റോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തുകൂടെ? എല്ലാ പണിയും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണോ, ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തണമെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നും അവളെ അങ്ങനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണമെന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അവളുടെ കൂടെ എന്നും നമ്മൾ ഉണ്ടാവില്ലല്ലോ. എപ്പോഴെങ്കിലും അവൾക്ക് ഒറ്റയ്ക്കായാലും സ്വന്തം കാര്യം നോക്കി ജീവിക്കണ്ടേ. കരുണയെ നല്ലൊരു കുടുംബിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണേ. പിന്നീട് മോഹിനിയോട് പറയുന്നുണ്ട്, വാ അമ്മേ നമുക്ക് പോകാം അകത്തേക്ക്, കണ്ണേട്ടന് ഇവിടെ ഇരിക്കുക, ചായ കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട്. മഹാലക്ഷ്മി പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആ ദുർഗ അയച്ചു കൊടുത്ത ആ ഒരു വീഡിയോ കണ്ണനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടേ മോനെ, ഇത് കണ്ട ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കണം. ആ സമയം പെട്ടെന്ന് തന്നെ പ്രതാപൻ്റെ അമ്മ എന്തോ ഒരു അബദ്ധം പറ്റിയതുപോലെ വേഗം തന്നെ ഫോൺ വാങ്ങിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഇത് നിങ്ങൾക്ക് കിട്ടിയത് നന്നായി, നിങ്ങളിത് കാണണം. ഇന്ന് എൻ്റെ രണ്ടാനമ്മ ഇത് അയച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ഇത് അയച്ചു തന്നേനെ. എന്തായാലും നിങ്ങളുടെ ആ കൊലയാളി മകനെ എവിടെയെന്ന് വയ്ക്കുമ്പം അവനിവിടെ ഇല്ല, അവൻ പുറത്ത് പോയേക്കാം, കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞതും കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അയാൾ വരട്ടെ, അയാളെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും കരുണേനെയാണ്. പ്രതാപനാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, എന്നെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച ഒരുത്തനില്ലേ, അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി ഇനി ജീവനോടെ പാടില്ല. എന്തായാലും നിൻ്റെ അമ്മയുടെ പിറന്നാളല്ലേ വന്നെ, പിറന്നാൾ പ്രമാണിച്ച് അവനും അവളും വീട്ടിൽ വരാതിരിക്കൂല. അന്നേരം അവന് കൈ പിടിച്ചു കൊടുത്താൽ ഞാൻ തന്നെ അവളെ അവനിൽ നിന്നും അകറ്റൂന്ന്. ആ സമയത്ത് കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം പറഞ്ഞതാ, എന്നിട്ട് എന്തെങ്കിലും നടന്നു എന്ന് വയ്ക്കുമ്പം ഇതങ്ങനെയല്ല മോളെ, ഈ പ്രാവശ്യം ഞാനത് നടത്തിയിരിക്കും. അങ്ങനെ അവളെ കൊന്നിട്ട് അച്ഛൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ കൂടെ അയാളെ കൊണ്ടുപോകണം. അയാളങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. അച്ഛന് കൊട്ടേഷൻ തന്നില്ലേ. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ പോയ വാമദേവനെയും കൂടെ കൊണ്ടുപോകും. അയാൾ ഒരു തെറ്റല്ല ചെയ്തത്, 2 തെറ്റ് ചെയ്തു. മോളെയും മഹാലക്ഷ്മിയും ആ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. എന്തായാലും ഇനി മഹാലക്ഷ്മിക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല. മോളുടെ അമ്മയ്ക്ക് 1 വയസ്സ് കൂടുമ്പം മഹാലക്ഷ്മിയുടെ ആയുസ് തീരുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, കുട്ടികളും കുടുംബമായിട്ട് ജീവിക്കുന്ന മഹാലക്ഷ്മിയെ ഒരു നിമിഷം പോലും കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛൻ അവളെ കൊല്ലണം, അതിനുശേഷം നമുക്ക് തമ്മിൽ കാണാമെന്നും പറഞ്ഞ് കരുണ പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.